പാലക്കാട്ടെ CPIM ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂറിന്റെ രാജിക്ക് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി. ഷുക്കൂറിന് ഐകദാർഢ്യം പ്രഖ്യാപിച്ച് CPIMലെ ഒരു വിഭാഗം പ്രവർത്തകർ കൂട്ടരാജിക്കൊരുങ്ങുന്നു. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ധാർഷ്ട്യത്തിനെതിരെയാണ് രാജിയെന്ന് അംഗങ്ങൾ പറയുന്നു. വിവരങ്ങളുമായി ഷാരിഖ് നവാസാണ് ചേരുന്നത്. ഷാരിഖ്, ഗുഡ് ആഫ്റ്റർനൂൺ. പലയിടങ്ങളിലും പാർട്ടിയിലെ വിഭാഗീയത, അത് പാർട്ടി പ്രവർത്തകരെ പോലും പാർട്ടിക്കെതിരായി വോട്ട് കൃഷ്ണ, തീർച്ചയായും അതായത് കഴിഞ്ഞ 2 ദിവസം മുൻപാണ് CPIMന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചത്. CPIM ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് അദ്ദേഹത്തിന്റെ രാജി ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം കൂട്ടരാജി CPIM പ്രവർത്തകർ, അതായത് 2 ബ്രാഞ്ച് സെക്രട്ടറിമാരുൾപ്പെടെ 25ഓളം പ്രവർത്തകർ രാജിവെച്ചിരിക്കുന്നത്. ഇതിൽ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഉണ്ട്. അത്തരത്തിൽ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ധാർഷ്ട്യത്തിനെതിരെയും അദ്ദേഹം ഈ അബ്ദുൾ ഷുക്കൂറിനെ നിരന്തരമായി വേട്ടയാടുന്നു എന്നും ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ രാജി അവർ എഴുതി തന്നെ നൽകിയിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറിക്ക് തന്നെയാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. 25ഓളം പ്രവർത്തകർ ഇതിനോടകം തന്നെ രാജിവെച്ച് കഴിഞ്ഞു. അതിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരും ഉൾപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, അതായത് പാലക്കാട് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ അബ്ദുൾ ഷുക്കൂറിനെ ആക്ഷേപിക്കുകയും മാറ്റി നിർത്തുകയും അതുപോലെ തന്നെ നിരന്തരമായി വേട്ടയാടുകയും CPIM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെന്ന് ഈ രാജിക്കത്തിൽ പറയുന്നു. അത്തരത്തിൽ അതിനെ തുടർന്നാണ് ഈ CPIMന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചത്. അതിനുശേഷമാണ് ഷുക്കൂറിനൊപ്പം നിൽക്കുന്ന വെണ്ണക്കര തുടങ്ങിയ ഭാഗങ്ങളിലെ ഈ CPIM പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ഷാരിഖ് നവാസാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.